തകർന്നു കിടക്കുന്ന റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ വഴിതടയൽ സമരം സംഘടിപ്പിച്ചു. മട്ടാഞ്ചേരി ബസാർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ബസാറിൽ റോഡ് തടഞ്ഞ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. വർഷങ്ങളായി തകർന്നു തരിപ്പണമായി കിടക്കുന്ന റോഡ് നാളിതുവരെ നന്നാക്കാൻ സാധിക്കാത്തത് നഗരസഭയുടെ അനാസ്ഥ മൂലമാണെന്ന് സമരക്കാർ ആരോപിച്ചു. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശാക്രിയ ലേഖനം ലൗദാത്തോ സി സിഞ്ഞോറെ. ഈ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ച് മനോഹരമാക്കിയിട്ട് മനുഷ്യർ ഉപയോഗത്തിന് തന്നു. ആരുടെയും സ്വന്തമല്ല ഈ ലോകം, ആരുടെയും. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജനിച്ച് വളർന്ന് അധ്വാനിച്ച് നമ്മുടെ ജീവിതം അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്നു. പരിശുദ്ധ പിതാവ് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ള അടുത്ത തലമുറയ്ക്ക് കൈമാറുമ്പോൾ എങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടിയോ അതുപോലെ അതിനേക്കാൾ മനോഹരമാക്കിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. എൻ്റെ പരിസരം എൻ്റെ കുടുംബത്തിലുള്ളതാകാം, എൻ്റെ സ്വന്തമായിട്ട് ഇപ്പോഴേ അത് ഞാൻ ഉപയോഗിച്ചിട്ട് കടന്നു പോകുമ്പോൾ അത് മലിനപ്പെടുത്താൻ അതിൻ്റെ മണ്ണോ വെള്ളമോ മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം അത് ഭംഗിയായിട്ട് കൊടുക്കുവാൻ അടുത്ത തലമുറയ്ക്ക് ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുമെന്ന് പറഞ്ഞതുപോലെ അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബസാർ റോഡിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ബസാർ റോഡ് ഒഴികെ ചുറ്റുമുള്ള എല്ലാ റോഡുകളും ടാർ ചെയ്ത് വെള്ള ലൈനിട്ട് മനോഹരമാക്കുകയും ഇരുവശങ്ങളിലുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്ന അധികാരികൾ ബസാർ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. നാളെ മുമ്പ് വരെ നമ്മളൊക്കെ കേവലം പ്രജകളായിരുന്നു. 47 ഓഗസ്റ്റ് 15 വരെ ഈ രാജ്യത്ത് മനുഷ്യരെല്ലാം പ്രജകളാണ്. രാജാവ് എന്തു പറയുന്നു അതനുസരിക്കും, അതല്ലാതെ പ്രത്യേകിച്ച് ഒരു പൗരാവകാശമൊന്നും നമുക്കില്ലായിരുന്നു. പക്ഷെ 47 ഓഗസ്റ്റ് 15 മുതൽ ഈ രാജ്യം സ്വതന്ത്രമായപ്പോൾ, രാജ്യത്തിന്റെ ഭരണഘടന പിന്നീട് വി എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ, നമ്മൾ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോൾ നമുക്കൊക്കെ ഒരു ബോധ്യമുണ്ടായി, ഈ രാജ്യത്തെ പ്രജകളല്ല, നമ്മൾ പൗരന്മാരാണ് എന്ന്. പൗരാവകാശ ബോധ്യമുള്ളവരാണ് നമ്മൾ എന്ന തിരിച്ചറിവ് നമുക്കൊക്കെ ഉണ്ടായി. ഒരുപക്ഷെ കഴിഞ്ഞ 5 വർഷമായിട്ടും ഈ റോഡ് നന്നാക്കാത്തതിനെതിരെ ഞങ്ങളിവിടെ നിങ്ങളുടെയൊന്നും പ്രജകളായി ജീവിക്കേണ്ടവരല്ല, ഈ രാജ്യത്തെ പൗരന്മാരാണ് എന്ന ഒരു അറിവ് ഈ പ്രദേശത്തുള്ള അധികാരികൾക്ക് കൊടുക്കുന്നതിനാണ് ഇന്ന് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ പ്രദേശത്തുള്ള ഈ നാട്ടിലുള്ള ഓരോ റോഡിനും ആരാണ് ഉടമ എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ഉടമകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ, നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ഓരോ കാര്യങ്ങളിലും ഈ സർക്കാരിലേക്കും അധികാരികളിലേക്കും കൊടുക്കുന്ന നികുതി, ഈ നികുതിയിലെല്ലാം പല തരത്തിലുള്ള സെസ് ഇനത്തിലും പല രീതിയിലും നമ്മളൊക്കെ ഈ റോഡിന് വേണ്ടി പോലും പണം മുടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കൂടി മുടക്കുന്ന പണം നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡിലേക്ക് എന്തുകൊണ്ട് നിങ്ങൾ വകയിരുത്തുന്നില്ല എന്നൊരു ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്നത്. അത് വേറെ CSLന്റെ ഫണ്ടാണെങ്കിലും ഏത് തരത്തിലുള്ള ഫണ്ടാണെങ്കിലും ഇത് വിതരണം ചെയ്യുമ്പോൾ, ഈ ഫണ്ട് ഓരോ രീതിയിലേക്ക് വിതരണം ചെയ്യുമ്പോൾ അത് ചില പ്രദേശങ്ങളെ മാത്രം ഒഴിവാക്കുന്നത് എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കൂടാതെ റോഡിന്റെ ഇരുവശവുമുള്ള കാനകളുടെ നിർമ്മാണത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. പകുതിയോളം പൂർത്തിയാക്കിയ കാനകളുടെ പണി ഇപ്പോൾ നിലച്ചിരിക്കുന്ന സാഹചര്യമാണ്. ജീവമാതാപ്പള്ളിയിലേക്കും തീർത്ഥാടന കേന്ദ്രമായ കൂനൻകുരിശ് ദേവാലയത്തിലേക്കും പ്രവേശിക്കുന്ന റോഡ് തകർന്നു കിടക്കുന്നത് മൂലം വിശ്വാസികൾക്കും തീർത്ഥാടകർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ബസാർ വ്യാപാര കേന്ദ്രമായതിനാൽ വ്യാപാരികൾക്കും ചരക്ക് വാഹനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. എത്രയും വേഗം ബസാർ റോഡ് ടാർ ചെയ്യണമെന്നും നിർത്തിവെച്ചിരുന്ന കാനകളുടെ നിർമ്മാണങ്ങൾ പൂർത്തിയാക്കി റോഡിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് മനോഹരമാക്കണമെന്നും സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു. മട്ടാഞ്ചേരി ഇടവക വികാരി മോൺസിഞ്ഞോർ ആന്റണി തച്ചാറ അധ്യക്ഷത വഹിച്ചു. ഫാദർ സജു ആന്റണി പുന്നക്കാട്ടുശ്ശേരി, ലിനു തോമസ്, ഫാദർ ഷാർവിൻ സേവ്യർ പുത്തൻ ചക്കാലക്കൽ, ഷെയ്ജു ആന്റണി, ജോസഫ് പ്രവീൺ, ബെറ്റ്സി ബ്ലൈസ്, PJ ഷാജി, CLC ജെയിൻ, ജോസ്ഫൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.